ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാനെന്ന് വന്നത് എനിക്ക് കിട്ടിയ എട്ടിൻ്റെ പണി കാണിച്ചു തരാനാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ബാത്റൂമിൻ്റെ വാളൊട്ടിച്ച് പിറ്റേന്ന് വന്ന് നോക്കിയപ്പം ആ സിമെൻറ്റ് സെറ്റായിട്ടില്ല, ഗെയിം സെറ്റായിട്ടില്ല. ഇത് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഒരു വീഡിയോയാണ്. നമുക്ക് ആദ്യം വീഡിയോ കണ്ടു നോക്കാം. ഹലോ ഫ്രണ്ട്സ്, അപ്പം ഞാനെന്ന് വന്നത് എനിക്ക് കിട്ടിയ എട്ടിൻ്റെ പണി കാണിച്ചു തരാനാണ്. എൻ്റെ വാളൊട്ടിച്ച് പിറ്റേന്ന് വന്ന് നോക്കിയപ്പം ആ സിമെൻറ്റ് സെറ്റായിട്ടില്ല, ഗെയിം സെറ്റായിട്ടില്ല. സിമെൻ്റ് എല്ലാം കൂടി ടയറിൻ്റെ ഗ്യാപ്പ് കൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങി നിൽക്കുന്നത് കണ്ടു. പൊളിച്ചെടുത്ത പീസാണിത്. അതിനകത്ത് ഗെമ്മ് നോക്കി. ഇത് തെറ്റായ അപ്ലിക്കേഷൻ രീതിയുടെ ഫലമാണ്, ഉൽപ്പന്നത്തിന്റെ പ്രശ്നമല്ല. ടൈൽ അഡസീവിൽ ആവശ്യത്തിലധികം വെള്ളം ചേർത്തതാണ് പ്രശ്നത്തിന്റെ മുഖ്യ കാരണം. ടൈൽ അഡസീവ് ഉൽപ്പന്നങ്ങളിൽ ജലാംശം നിലനിർത്താനും അത് സാവധാനം ഉണങ്ങാനും ചില പ്രത്യേക കെമിക്കൽ ഘടകങ്ങൾ ചേർത്തിട്ടുണ്ട്. പക്ഷേ വെള്ളത്തിന്റെ അളവ് കൂടിപ്പോയാൽ അത് ടൈൽ ജോയിന്റുകളിൽ കൂടി പുറത്തേക്ക് ഒലിച്ചിറങ്ങുകയും സെറ്റിംഗ് സമയം നീളുകയും അഡീസീവിന്റെ ബോണ്ടിങ് ശക്തി കുറയുകയും ചെയ്യും. ടൈൽ അഡസീവ് 20 കിലോയുടെ ഒരു ചാക്ക് മിക്സ് ചെയ്യുമ്പോൾ 5 ലിറ്റർ വെള്ളം മാത്രം ഉപയോഗിക്കണം. അതിലധികം വെള്ളം ചേർത്താൽ അഡീസീവിന്റെ ശക്തി കുറഞ്ഞ് ജോലി ദുർബലമാകാൻ ഇടയാക്കും. വലിയ ടൈലുകൾ ഒട്ടിക്കുമ്പോൾ നിർബന്ധമായും ഭിത്തിയിലും ടൈലിന്റെ പുറംഭാഗത്തും അഡസീവ് അപ്ലൈ ചെയ്യണം. സുഹൃത്തുക്കളെ, ടൈൽസ് ഒട്ടിക്കുമ്പോൾ ഈ കാര്യങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കണം. നോസ് ട്രവൽ പോലുള്ള യഥാർത്ഥ ഉപകരണം ഉപയോഗിക്കുക. 20 കിലോ അഡസീവിന് 5 ലിറ്റർ വെള്ളം മാത്രം ചേർക്കുക. വലിയ ടൈലുകൾക്കായി ഭിത്തിയും ടൈലിന്റെ പുറംഭാഗത്തും അഡസീവ് അപ്ലൈ ചെയ്യുക. സൈറക്സ് ടൈൽ അഡസീവ് നിങ്ങളുടെ ജോലി എളുപ്പമാക്കുകയും ടൈൽസിന് ദീർഘകാല ഉറപ്പും നൽകുന്ന വിശ്വസനീയമായ ഉൽപ്പന്നമാണ്. സൈറക്സ് ഉണ്ടെങ്കിൽ കാര്യം സിമ്പിൾ അല്ലേ ഭായി?